രാജു പി നായർ 100+ എന്നുള്ള വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കോൺഗ്രസിന്. അത് തെരഞ്ഞെടുപ്പിന് മുൻപും ഉണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് ശേഷവുമുണ്ട്. ഇന്നിപ്പോൾ എക്സിറ്റ് പോളുകൾ വരുമ്പോഴും ആ നിലയിലുള്ള പ്രതികരണം തന്നെ കോൺഗ്രസ് നേതാക്കളൊക്കെ നടത്തുന്നുണ്ട്. അല്പം മുമ്പ് രമേശ് ചെന്നിത്തല അടക്കം. പക്ഷേ എങ്കിലും കോൺഗ്രസ് UDF പ്രതീക്ഷിച്ചിരുന്ന ഒരു തരംഗം, അതിന്റെ സൂചനകൾ എക്സിറ്റ് പോളിൽ ഇല്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു ദിശാസൂചികയായി ഇത് മാറും എന്ന് കരുതുന്നുണ്ട്. ഇപ്പോൾ എക്സിറ്റ് പോളുകൾ എത്ര കണ്ട് ആധികാരികമാണെന്ന് ചോദിച്ചാൽ അതിൽ സംശയമുണ്ട്. അത് ഏത് നിലയിൽ വേണമെങ്കിലും മാറി മറിയാം. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ആര് ഭരണത്തിലേക്ക് വന്നാലും നേരിയ മാർജിൻ എന്നതായിരുന്നു അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയല്ല എന്ന് പറഞ്ഞത് രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും മാത്രമാണ്. അപ്പോൾ ആ നിലയിൽ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ? അതാണോ എക്സിറ്റ് പോളിന്റെ സൂചനകൾ? അല്ല, എക്സിറ്റ് പോളുകൾ വെറും സൂചന മാത്രമാണ്, അല്ലാണ്ട് എക്സിറ്റ് പോളുകൾ എക്സാക്ട് പോൾസ് അല്ലല്ലോ. സ്വാഭാവികമായിട്ടും എല്ലാ എക്സിറ്റ് പോളുകളും UDF ഭരണത്തിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ എക്സിറ്റ് പോളുകൾക്കെല്ലാം കാണാൻ കഴിയാത്ത വലിയ യാഥാർത്ഥ്യം അല്ലെങ്കിൽ വലിയ ഡൈനാമിക്സ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എല്ലാ വിഭാഗം ജനങ്ങളും UDFനെ അനുകൂലിക്കുന്ന ഒരു പോളാണ്. കാരണം ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ പോള് പറഞ്ഞത് ഏകദേശം 92 സീറ്റോളം UDFന് ലഭിക്കുമെന്നാണ്. അവരതിനകത്ത് വിശദമായിട്ടുള്ളൊരു പഠനത്തിൽ പറയുന്നത് സ്ത്രീകളുടെ, അതുപോലെ തന്നെ യുവജനങ്ങളുടെ, അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ വലിയ രീതിയിൽ എല്ലാ വിഭാഗം ജനങ്ങളും UDFിലേക്ക് അടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നതും അതുതന്നെയാണ്. കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ മുതൽ എല്ലാ വിഭാഗം, സ്ത്രീകൾ, യുവജനങ്ങൾ എല്ലാം CPMന്റെ അല്ലെങ്കിൽ LDFന്റെ ഇതിൽ നിന്ന് മാറി UDFിലേക്ക് മാറുകയാണ്. അപ്പോൾ എക്സിറ്റ് പോളുകൾക്ക് കാണാൻ കഴിയുന്നതോ അല്ലെങ്കിൽ അതിനപ്പുറവുമായിട്ടുള്ള ഡൈനാമിക്സ് എല്ലാം കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ CPMനെ രക്ഷിക്കാൻ വേണ്ടി CPMനെ പരാജയപ്പെടുത്തണമെന്ന് CPMന്റെ അണികൾ ചിന്തിച്ച തെരഞ്ഞെടുപ്പാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ CPMന്റെ പാർട്ടി അംഗങ്ങൾ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. ആ തെരഞ്ഞെടുപ്പിൽ ഈ എക്സിറ്റ് പോളുകൾക്കെല്ലാം കാണാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയം ഉണ്ടാകുന്നതും അവിടെ തന്നെയാണ്. ഞാൻ ആവർത്തിക്കുന്നുണ്ട്, എക്സിറ്റ് പോളുകൾ എത്ര കണ്ട് യാഥാർത്ഥ്യ ബോധമുള്ളതാണ് എന്നുള്ള സംശയമുണ്ട്. പക്ഷേ ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ചില സർവേകൾ നോക്കൂ, ഇത് മുതൽ ഇതുവരെ എന്നുള്ള കണക്കിനപ്പുറം കാറ്റഗറി തിരിച്ചുള്ള സർവേയിലേക്ക് വരെ കടന്നിട്ടുണ്ട്. അതിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. എല്ലാ മേഖലകളിലും ഏതാണ്ട് ആധിപത്യം സ്ഥാപിക്കാൻ, എല്ലാ മേഖലകളിലും ജനവിശ്വാസം ആർജിക്കാൻ കോൺഗ്രസിന് UDFന് സാധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ഫിഗർ സ്വാഭാവികമായും ആകെ വരുന്ന കണക്കുകളിൽ പ്രതിഫലിക്കണം. ഇനിയിപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് കേട്ടു, 10 വർഷമായല്ലോ, ഇനിയും അധികാരത്തിൽ തുടർന്നാൽ CPIM തന്നെ ഒരുപക്ഷെ കേരളത്തിൽ ഇല്ലാതാകും എന്ന നിലയിൽ ചില ഈ ഇടത് ക്യാമ്പുകളിൽ നിന്ന് തന്നെ ചില ആളുകളുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. അപ്പോൾ അത്തരം പ്രതികരണങ്ങൾ വോട്ടായി മാറിയിട്ടുണ്ടെങ്കിലും അതും അനുകൂലമാകേണ്ടത് കോൺഗ്രസിനാണ്. ഇതിനോടൊപ്പം തന്നെ ചേരുന്നതാണല്ലോ കോൺഗ്രസിന് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകൾ, ഒപ്പം തന്നെ ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മാറി പോൾ ചെയ്യപ്പെടുന്ന വോട്ടുകൾ. അങ്ങനെ ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഈ മാർജിൻ മതിയോ എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് ഒരു സംശയം ഉണ്ടാകുന്നത്. ശ്രീ രാജു പി നായർ, അല്ല, അത് തന്നെയാണ്. ആ വിശദമായ പഠനം നടത്തിയ ആക്സിസ് മൈ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് 92 സീറ്റ് വരെ കോൺഗ്രസ് UDFന് ലഭിക്കുന്നതാണ്. മറ്റുള്ളതെല്ലാം അത്തരത്തിലുള്ള മറ്റെല്ലാം ശതമാനക്കണക്ക് വെച്ച് കേരളത്തിലെ മുഴുവൻ ഒരു വോട്ടിംഗ് ഫോർകാസ്റ്റിനെ പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറം എല്ലാ വിഭാഗങ്ങളിൽ നിന്നും അഭിപ്രായം എടുത്ത ആക്സിസ് മൈ ഇന്ത്യ പോൾ പറഞ്ഞിട്ടുള്ളത് 92 സീറ്റോളം ലഭിക്കും എന്നുള്ളതാണ്. അതിനേക്കാളപ്പുറം പോകുന്ന രീതിയിൽ, കാരണം ഈ സർവേകളിലൊന്നും ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച വോട്ടുകൾ അത് മാറിയിട്ടുള്ളത് ഒരുപക്ഷെ പ്രതിഫലിക്കില്ല. കാരണം എന്തായാലും ഇത് ചോദിച്ചിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPMന്റെ പാർട്ടി അംഗങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്ന് പറയില്ല. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ നമുക്കറിയാം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു ബൂത്തിൽ അവിടെ CPMന് ലഭിച്ചത് 0 വോട്ടാണ്. പക്ഷെ അവിടെ CPMന്റെ പോളിംഗ് ഏജന്റ് ഉണ്ടായിരുന്നു. CPMന്റെ പോളിംഗ് ഏജന്റ് ഇരിക്കുന്ന ബൂത്തിൽ 0 വോട്ട് കിട്ടുന്നുണ്ടായി. അപ്പോൾ CPMക്കാർ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുള്ളത് ഒരു കാരണവശാലും അറിയില്ല. അത് മാത്രമല്ല, BJPയെ സംബന്ധിച്ചോളം BJPയുടെ ഏറ്റവും വലിയ തകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും. BJPക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19.76 ആണ് ഓർമ്മ. അത്രയും ശതമാനം വോട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഫോർകാസ്റ്റിൽ കാണിക്കുന്ന 14 ആണ്.
ഇനി എൻ്റെ ഉറച്ച വിശ്വാസം 14 അല്ല, അത് 12% എങ്കിലും ആ വോട്ട് അല്ലതാ താഴുന്നതാണ്. ഇവിടെ ആ കണക്കുകളുമായി ബന്ധപ്പെട്ട് ശ്യാംരാജ് ആദ്യഘട്ടത്തിൽ സംസാരിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന സർവേകളിലടക്കം പെർസെന്റേജ് അവിടെ നിൽക്കട്ടെ, അത് സീറ്റായി കൺവേർട്ട് ചെയ്യുമ്പോൾ അത് എത്രമാത്രം വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോൾ ഒരു സർവേ വരുന്നുണ്ട്, ഇതിലടക്കം പ്രവചിക്കുന്ന എല്ലാ സർവേകളും, അതായത് ഒരു ആവറേജ് 70, 75 അല്ലെങ്കിൽ 80 താഴെ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മുന്നണികൾക്കും പ്രവചിക്കുന്ന എല്ലാ സർവേകളും NDAക്ക് BJP കൊടുക്കുന്ന നമ്പർ എത്രയാണെന്ന് നോക്കൂ. അത് പലതും 10+ അതിലേക്ക് പോകുന്നുണ്ട്. അത് എത്ര കണ്ട് ശരിയാകുമെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് വരികയാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിലൊരു ഇടപെടൽ നടത്താൻ കഴിയുന്ന ശക്തിയായി BJP NDA മാറും എന്നതുകൂടി പ്രവചിക്കുന്നുണ്ട് ഈ സർവേകൾ. മാത്രമല്ല കേരളത്തിന് പുറത്തും മറ്റ് സംസ്ഥാനങ്ങളിലെ സർവേ ഫലങ്ങൾ വരുന്നുണ്ടല്ലോ. ദാ പശ്ചിമ ബംഗാളിലൊക്കെ അട്ടിമറിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അല്ല, ആ കൂടി ഒരൊറ്റ സർവേ BJPക്ക് 10-ൽ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞത്. അതിന്റെ കണക്കുകൾ തന്നെ പൊരുത്തക്കേടുണ്ടായിരുന്ന വാർത്തകൾ നമ്മൾ പുറത്തു കൊണ്ടു. ബാക്കിയുള്ള സർവേകളെല്ലാം 0 മുതൽ 3 എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ 0 എടുത്താൽ മതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.